സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് സ്ഥിതിവിവരക്കണക്കുകൾ എന്ന യൂണിറ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ടേബിളിൽ എന്താ പറയുന്നത്? ഇത് എന്താണെന്ന് വെച്ചാൽ സൗമ്യ എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ഓക്കെ, ആ കുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച വൈദ്യുതിയുടെ കണക്കാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനുവരി ഫെബ്രുവരിയിൽ ഇത്ര, മാർച്ച് ഏപ്രിൽ ഇത്ര, മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ, അങ്ങനെ ഓരോ മാസത്തെ വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറയാ, ഇത് ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ബാർ ഗ്രാഫ് വരയ്ക്കണം അല്ലേ. അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സംഭവം വരയ്ക്കണം ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ടോ നമ്മൾ ഈ ഒരു വാല്യൂസ് എല്ലാം ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തും. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവിടെ 0, ഇവിടെ 100, ഇനി നെക്സ്റ്റ് 200, ഇനി നെക്സ്റ്റ് 300, ഇനി അടുത്തത് 400. ഇങ്ങനെ വാല്യൂസ് ഇട്ടു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാറ്? ഓരോ മാസത്തേത് അടയാളപ്പെടുത്തുക. ഇവിടെ 345 ജനുവരി, ഇവിടെ 300, 310, 320, 330, 340 ഇവിടെ വരും. അപ്പോൾ അവിടെ വരെ നമ്മൾ ആരെ വരയ്ക്കുക? ഫസ്റ്റ് മാസത്തേത് വരയ്ക്കും. അതായത് ഇവിടെ ജാനുവരി ആൻഡ് ഫെബ്രുവരി. ഈ നെക്സ്റ്റ് 400 മുകളിലേക്ക്, അതായത് 440 ഒക്കെ ഉണ്ടല്ലോ, അതുവരെ. അത് വരയ്ക്കുമ്പോൾ എത്ര കിട്ടുക? അത് നമുക്ക് എന്ത് കിട്ടും? മാർച്ചും ഏപ്രിലും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടി ഇങ്ങനെ ഓരോന്ന് അതിൻ്റെതായ രീതിയിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് കിട്ടാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ മാസത്തേത് ഉണ്ടാവും, മൂന്നാമത്തെ മാസത്തേത് നെക്സ്റ്റ് അപ്പുറത്തുണ്ട്. അതായത് മെയ് ജൂൺ മാസത്തേതാണ് ഇത് ജൂലൈ ഓഗസ്റ്റ്, ഇത് സെപ്റ്റംബർ ഒക്ടോബർ, ഇത് നവംബർ ഡിസംബർ. ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം എത്രയാണ് വൈദ്യുതി ഉപയോഗിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓരോ മാസത്തേത് ആഡ് ചെയ്യണം. ഫസ്റ്റ് എത്രയാണ്? 340, അതുപോലെ 440, 410, പിന്നെ 290, 300, 320. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്കിതിൽ കഴിഞ്ഞ വർഷം എത്രയാണ് യൂസ് ചെയ്തതെന്ന് കിട്ടും. അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2100 കിട്ടും. മീൻസ് ഇതായിരിക്കും കഴിഞ്ഞ വർഷം യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ 2 മാസത്തെ ശരാശരി എത്രയാണെന്ന്, അതായത് ഇതിന്റെ ആവറേജ് എടുക്കുക. അപ്പോൾ ഈ 2 മാസം ജനുവരി ഫെബ്രുവരി ആണ് ഇത്. അപ്പോൾ ഇതിലേത് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? എത്രയാണ്? 340. അപ്പോൾ ജനുവരിയിൽ എത്ര, ഫെബ്രുവരിയിൽ എത്ര, അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അതായത് ഈ 340ന്റെ പകുതി, ഓരോന്നിന്റെയും പകുതി കണ്ടാൽ ഓരോ മാസത്തെയും ആവറേജ് കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റിന്റെ ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എത്രയാണ് കിട്ടിയത്? നേരത്തെ നമുക്ക് കംപ്ലീറ്റ് 2100 കിട്ടി. അപ്പോൾ ആ 2100 നമുക്ക് എന്താണ്? എല്ലാത്തിൻ്റെയും കൂടിയാണ്, ടോട്ടലാണ്. അപ്പോൾ ഇവിടെ 6 മാസത്തെ അല്ല ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ 2 മാസത്തെയും ആവറേജ് കിട്ടാം. അപ്പോൾ ഈ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 350 എന്നാണ് കിട്ടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം 350 ആണ് എന്ത്? ആവറേജ്, അതായത് ശരാശരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരാശരി എത്രയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്? 350. ഈ 350നോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആവറേജ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുന്ന സമയത്ത് നമുക്കൊരു ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 340 ആണ്. 340 എവിടെയാണ് നിൽക്കുന്നത്? ഈ ജനുവരി ഫെബ്രുവരി മാസമാണ്. ഇവിടെ ആയിരിക്കുമല്ലോ നമ്മൾ 350 വരിക. അതിനോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്നത് ഇത് മാത്രമല്ലേ? അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ജനുവരി ഫെബ്രുവരി മാസത്തേത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ വോട്ട് ചെയ്ത ശതമാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിൾ തന്നിട്ടുള്ളത് ആ വാർഡുകളിലെ ആകെ വോട്ടർമാരുടെ എണ്ണമാണ് കൊടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാർഡിലെയും വോട്ട് ചെയ്ത ആ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം എത്രയാണെന്ന് കണക്കാക്കണം.
ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഗ്രാഫ്, ഇതാണ് ഒരു ടേബിൾ. ഇത് വെച്ചിട്ട് ഇതെന്താണ്, ഈ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ശതമാനമാണ് കാണിച്ചിരിക്കുന്നത്, ഇത് പറഞ്ഞാൽ അതിൽ എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആക്ച്വൽ നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഇതാണ്. ഇപ്പൊ ഈ ഒരു പഞ്ചായത്തിൽ സ്ത്രീകളുടെ ഇതാണ്, വുമൺ എന്ന് പറഞ്ഞത് ഈ ഒരു കളറാണ് കേട്ടോ, മെൻ ഇതാണ്. ഈ ഒരു സ്ഥലത്ത് ഇതാണ് പെർസെൻറ്റേജ് കിടക്കുന്നത്. ഈ പെർസെൻറ്റേജ് എത്രയാണ്, സ്ത്രീകൾ 80 അതുപോലെ പുരുഷന്മാർ 90. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതാണ് 80%, ഇവിടെ 90%. അവിടെയുള്ള സ്ത്രീകൾ ഇത്രയാണ്, പുരുഷന്മാർ ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 570ന്റെ 80% ഫസ്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 570ന്റെ 80% കണ്ടുപിടിച്ചത്? നമ്മൾ 570 × 80 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. ഇതും ക്യാൻസൽ ചെയ്തു. ഇനി 57 × 8 456 അല്ലേ, 456. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ആദ്യത്തേതിൻ്റെ ആവറേജ്, ഈ സ്ത്രീകളുടെ ആവറേജ് ഇത്രയും കിട്ടി. ഇനി ഈ 90% പുരുഷന്മാർക്ക് കാണാം. അതായത് 620 പുരുഷന്മാരുടെ എണ്ണം. 90% പറയുമ്പോൾ 90 ഡിവൈഡഡ് ബൈ 100. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 62 × 9 ചെയ്യേണ്ടത്. അപ്പോൾ 62 × 9 ചെയ്യുമ്പോൾ നമുക്ക് 558 എന്ന് കിട്ടും. ഇപ്പോൾ 550 90%. അപ്പോൾ ഇതിന് ടോട്ടൽ ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി അതേപോലെ അടുത്തത് നമ്മൾ കാണുന്ന സമയത്ത് അടുത്തത് 480 അല്ലേ. 480ന്റെ 90% കാണാം. അതായത് 480 × 90 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 48 × 9 ചെയ്യേണ്ടത്. 48 × 9 അതായത് 432 അവിടുത്തെ ആവറേജ്. അതായത് ഇവരുടെ ആവറേജ് എത്രയാണ്, 480 അല്ലേ, സോറി 840 അല്ലേ. 840 84 × 9 ചെയ്യേണ്ടത്. ഓക്കെ, 84 × 9 ചെയ്യുമ്പോൾ 756. 756 അപ്പോൾ അവിടുത്തെ ആവറേജ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ആവറേജ് കണക്കാക്കണം. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.